ഫിനാൻസ് ഇൻഫോപീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയൊരു വെബ്സൈറ്റ് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ നിങ്ങളുടെ സ്റ്റോക്ക് സെലക്ഷൻ അല്ലെങ്കിൽ എന്തെല്ലാം കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒത്തിരി സഹായിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒത്തിരി സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വെബ്സൈറ്റിനെയാണ്. അപ്പൊ അതിനു മുന്നേ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇന്ത്യയില് മൊത്തത്തിൽ എത്ര എക്സ്ചേഞ്ച് ആണുള്ളത്? ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE ആൻഡ് PSE അല്ലെ? ഈ രണ്ട് എക്സ്ചേഞ്ചിലുമായിട്ട് ഏകദേശം എത്ര ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവുന്ന നിങ്ങൾക്കൊരു ധാരണയുണ്ട്? നമുക്കൊന്ന് അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. Number of listed companies in India. The number of companies listed in National Stock Exchange in India was nearly 2,000 in financial year 2019. This was an increase compared to recent years. Over 7.4 thousand companies were listed in NSE and BSE together. അപ്പം നമ്മളിപ്പോ വായിച്ച് മനസ്സിലാക്കിയതുപോലെ 7,000-ലധികം ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട് 2019 വരെയുള്ള ഡാറ്റ പ്രകാരം. അത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 7,000-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൂടി ചേർന്ന് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ എണ്ണമാണ്. അപ്പം നല്ലൊരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ഒരു പോർട്ട്ഫോളിയോയിൽ എത്ര ഷെയർസ് അല്ലെങ്കിൽ എത്ര കമ്പനീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പം ഒരു 10 to 15 ഷെയർസ് ആണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു 10 തൊട്ട് 15 വരെ കമ്പനീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ 10-ൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 5-ൽ കുറവാണെങ്കിൽ അത് ടു മച്ച് ഓഫ് കോൺസെൻട്രേഷൻ പോലെയും, അതുപോലെ തന്നെ ഒരു 15 അല്ലെങ്കിൽ ഒരു 20-ൽ കൂടുതലാണെങ്കിൽ ടു മച്ച് ഓഫ് ഡൈലൂഷൻ ആയിപ്പോ. അപ്പം ഒരു 10 to 15 ആണ് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോയിലെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്ക് വെച്ചിട്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 7,000-ൽ മുകളിലുള്ള കമ്പനീസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു 10 തൊട്ട് 15 വരെയുള്ള കമ്പനീസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അവിടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ ആ വെബ്സൈറ്റിന്റെ പേരാണ് Screener.in. അപ്പൊ ഞാൻ നിങ്ങൾക്ക് Screener.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് Screener.in. ഞാൻ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആയിരുന്നു. ഞാൻ ഇപ്പൊ ലോഗ് ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വൺസ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. ഈ സെക്ഷനാണ് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ. ഈ സ്ക്രീൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ സ്ക്രീൻസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. വൺസ് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ 7,000 മുകളിലുള്ള കമ്പനീസിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഗുഡ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫോർമുലാസ് എന്താണോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഫൈനൽ കിട്ടുന്ന നിങ്ങളുടെ ലിസ്റ്റഡ് നമ്പർ ഓഫ് കമ്പനീസ്. ഞാനത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിനെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക ഡെപ്റ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു കമ്പനീസ് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലെസ് ദാൻ 1 ആയിരിക്കണം ആദ്യത്തെ എൻ്റെ സ്ക്രീനിങ് ക്രൈറ്റീരിയ. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി less than 1. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിൽ നിന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി 1-ൽ കുറവുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. 2,715 റിസൾട്ട്സ്, അതായത് ഇന്ത്യയില് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ കുറവുള്ള കമ്പനീസ് എന്ന് പറയുന്നത് 2,715 കമ്പനീസ് മാത്രമേ ഉള്ളൂ. ഈ 2021 ഫെബ്രുവരി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് എബോവ്
15%. Return on capital employed greater than 15%. അപ്പം debt to equity ratio less than 1 ആയിരിക്കണം. Return on capital employed greater than 15% ആയിരിക്കണം. Run this query, click ചെയ്യാം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ എറർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പാരാമീറ്ററിന് ശേഷം ഒരു സ്പേസ് കൊടുത്ത് നമ്മളൊരു ആറ്റ് എന്നും കൂടി ടൈപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നമ്പർ എബോവ് 2000 സംതിങ് ആയിരുന്നു. അതിപ്പം ഞാൻ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും 15% എന്ന ക്രൈറ്റീരിയ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ നമ്പർ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 671 നമ്പേഴ്സ് ആയിട്ട് മാറി. അതായത് 7000 മുകളിലുള്ള ലിസ്റ്റഡ് കമ്പനീസിൽ നിന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇത് ബേസിക് റിക്വയർമെന്റ്സ് ആണ്. നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെപ്റ്റ് അറ്റ്ലീസ്റ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 എന്നുള്ളതും, രണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് നമുക്ക് ഇയർലി കിട്ടുന്ന റിട്ടേൺ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് അബോവ് 15% എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 671 കമ്പനീസ് മാത്രമേ ഇന്ത്യയിൽ ഈ രണ്ട് പാരാമീറ്റേഴ്സും എന്താ പറയാ പാരാമീറ്റേഴ്സിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് ഇന്ത്യയിൽ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നിങ്ങൾ കൂടുതൽ ഫിൽട്ടർ ക്രൈറ്റീരിയസ് വേണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഭയങ്കര ചെറിയ കമ്പനീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റ് ചെറുതായിരിക്കും, അവരുടെ മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാർക്കറ്റിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് അല്ലെങ്കിൽ എത്രമാത്രം മാർക്കറ്റ് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടി വലിയ കമ്പനീസിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി അബൌവ് 1000 crores. അപ്പൊ നമുക്ക് ആ ഒരു ഫോർമുലയോട് അപ്ലൈ ചെയ്ത് നോക്കാം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അബൌവ് 1000. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇത് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് പാരാമീറ്ററിന് തൊട്ട് മുകളിലുള്ള പാരാമീറ്ററിന് ഒരു ലാസ്റ്റ് ശേഷം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ലാസ്റ്റത്തെ പാരാമീറ്റർ എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പാരാമീറ്റർ. അപ്പൊ അതിനുശേഷം സ്പേസ് കൊടുത്തിട്ട് ആൻഡ് ക്ലിക്ക് ചെയ്യുക. നൗ റൺ ദിസ് ക്വറി. ഇപ്പൊ കണ്ടു 7000 നിന്നും അത് 2000 പരം കമ്പനീസ് ആയി. സെക്കൻഡ് പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അറൌണ്ട് 600 കമ്പനീസ് ആയിട്ട് കുറഞ്ഞു. ഇപ്പൊ തേർഡ് പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞപ്പം 323 റിസൾട്ട് ആയിട്ട് മാറി. ഇനിയിപ്പം ഈ 1000 എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5000 എങ്കിലും ചുരുങ്ങിയത് വേണം. 5000 crore മാർക്കറ്റ് ക്യാപിന്റെ താഴെയുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഒരു ഇൻവെസ്റ്റർ ആണ്. ഒരു സേഫ് വേയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, റിസ്ക് അധികം എടുക്കാൻ താല്പര്യമില്ലാത്തൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങൾ ഇപ്പൊ എബോവ് 5000 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് റൺ ക്വറി ചെയ്ത് നോക്കാം. Now the list is 178. 178 കമ്പനീസ് മാത്രമേ ഈ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന 3 പാരാമീറ്റേഴ്സ്, അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഗ്രേറ്റർ ദാൻ 15% ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5000. ഈ 3 പാരാമീറ്റേഴ്സും മീറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ കമ്പനീസ് എന്ന് പറയുന്നത് 178 കമ്പനീസ് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇതിപ്പോ കറന്റ് മാർക്കറ്റ് ക്യാപ്, ROC ഇത് ഞാൻ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന, ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഡിസെൻഡിങ് ഓർഡറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് തൊട്ട് കുറഞ്ഞു വരുന്ന രീതിയിൽ, മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതെല്ലാം കമ്പനീസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് ഇത്ര കമ്പനീസ് മാത്രം, അതായത് 178 കമ്പനീസ് മാത്രം ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 to 15 സ്റ്റോക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് screener.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതായിരുന്നു. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്
5 പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നിങ്ങളൊരു സീരിയസ് ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിനും നല്ല കമ്പനീസ് മാത്രം ഐഡന്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ടൈം സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ screener.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെ നല്ല വെബ്സൈറ്റ് ആണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ്സ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.